ജോലിക്കാരി അല്ലെങ്കിൽ നീ പിന്നാരാ? മരുമകൾ. What is it? മരുമകളോ? നീ ഇതൊന്നും കാര്യമാക്കണ്ട സുശീലേ. വിശാലിന്റെ വിവാഹം കഴിയുന്നതുവരെ ഇവൾ ഈ വീട്ടിലുണ്ടാവും. വിവാഹം കഴിഞ്ഞിട്ട് ഇവളെ പറഞ്ഞുവിടാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ മരുമകളാണ്, തറവാട്ടമ്മയാണെന്നൊക്കെ ഇവള് പറഞ്ഞു നടക്കട്ടെ. സുശീല അതിനൊന്നും ചെവി കൊടുക്കണ്ട. അതെ, ഇവൾ അത്ര വലിയ പ്രശ്നക്കാരിയാണെങ്കിൽ വിവാഹം കഴിയുന്നതുവരെ എന്തിനാ ഇവളെ പിടിച്ചു വെക്കുന്നത്? നല്ല ജോലിക്കാരികളെ വേറെ കിട്ടില്ലേ? ഇപ്പൊ തന്നെ ഇവളെ പറഞ്ഞു വിട്ടേക്ക്. പാർവതി അങ്ങനെ പറഞ്ഞു വിടാനൊന്നും കഴിയില്ല ദുശീലാന്റി. സോറി സുശീലാന്റി. പാർവതിയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞാലേ ഇവിടെ ഉള്ളവരൊക്കെ വിവരം അറിയും. ഗാർഗി, എന്തിനാ ഇങ്ങനെ വളച്ചൊടിച്ചു പറയുന്നത്? സുശീല സത്യം അറിയട്ടെ. സുശീലേ, പാർവതി ഇവിടുത്തെ അടുക്കളക്കാരിയൊന്നും അല്ല, വിശാലിന്റെ ഭാര്യ. What? വിശാലിന്റെ ഭാര്യയോ? ഞെട്ടണ്ട ആന്റി. ഉദയന്നൂർ ഗ്രാമത്തില് എന്തോ ഒരാവശ്യത്തിന് അച്ഛൻ പോയപ്പോഴേ പാർവതിയെ കണ്ടു. കുട്ടി കൊള്ളാലോ, എന്റെ മരുമകളാക്കിയാലോ എന്ന ചിന്ത അച്ഛന് വന്നു. വിശാൽ ബ്രോയെ കൊണ്ടൊരു താലി കെട്ടിച്ചേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് കഥയുടെ ഫസ്റ്റ് സീക്വൻസ്. അവിടം തൊട്ട് പിന്നെ ട്വിസ്റ്റാ. കാശും പത്രാസും ഇല്ലാത്ത മരുമോളെ അമ്മായി അമ്മയ്ക്ക് പിടിച്ചില്ല. അടിച്ചിറക്കാൻ നോക്കി, ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചു. എന്നിട്ടും പാർവതി ഒഴിഞ്ഞു പോവാത്തോണ്ട് ഒരു ചട്ടുകം കയ്യിലേക്ക് കൊടുത്തിട്ട് ഇവിടുത്തെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ കഥ മനസ്സിലായോ ആന്റിക്ക്? ഈ കഥയിലെ ജാസ്മിന്റെ റോൾ എന്താണെന്ന് അറിയാവോ? ഈ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന ഒരു മരുമോളെ വേണമല്ലോ അമ്മയ്ക്ക്. മിനിമം ഒരു വക്കീലിന്റെ മോളെങ്കിലും വേണം. അപ്പോ അമ്മ കണ്ടുപിടിച്ചതാണ് ഈ ജാസ്മിന്. പെണ്ണും കെട്ടി കുടുംബമായി കഴിയുന്ന ഒരാണിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇവളുടെ മനക്കെട്ടി സമ്മതിക്കണം. എനിക്ക് മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൽ ഇവിടെ പ്രഭാവതി ഭൂകമ്പം ഉണ്ടാക്കില്ലേ? ശരിയാ, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാ. പാർവതിയുടെ സ്ഥാനത്ത് തന്നെയാ ഞാൻ ജാസ്മിനെ പിടിച്ചിരുത്താൻ നോക്കുന്നത്. ഗാർഗി പറഞ്ഞതും ശരിയാ. എന്റെ മോന്റെ നിലയ്ക്കും വിലയ്ക്കും ഇവള് പോരാ. സുശീലേ, എന്റെ മോൻ തന്നെയാ വിശാൽ. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ കുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ
എനിക്ക് കഴിയില്ല. അച്ഛന് പറ്റിപ്പോയൊരു അബദ്ധം ഈ അമ്മ തിരുത്തുന്നു. അതെന്റെ കടമയല്ലേ? ഏ, ഞാൻ ചെയ്തത് തെറ്റാണോ സുശീല? സുശീല പറയൂ. ആന്റി, അമ്മ പറയുന്ന കേട്ട് വിശാലേട്ടന്റെ ഈ വിവാഹം അമ്മയുടെ തീരുമാനമാണെന്ന് ആന്റി തെറ്റിദ്ധരിക്കരുത്. വിശാലേട്ടനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിശാലേട്ടൻ വേറെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചതേ പാർവതി തന്നെയാ. വിശാലിന്റെ താലിയും കഴുത്തിലിട്ട് ഒരു പെണ്ണ് നടക്കുമ്പോ വിശാലും മറ്റൊരു വിവാഹം കഴിക്കുന്നത് ശരിയല്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അതുകൊണ്ട് വിശാല് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ നിന്റെ കഴുത്തില് ഈ താലി ഉണ്ടാവാൻ പാടില്ല. താലി അഴിച്ചുതാ. താലി അഴിച്ചു തരാനല്ലേ പറഞ്ഞത്? അഴിച്ചു തരാൻ, അഴിച്ചു തരാൻ. സുശീലേ, ഒരു പെണ്ണ് താലി അഴിച്ചു മാറ്റുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയില്ലേ? ആ ഒരവസ്ഥ പാർവതിക്ക് വന്നിട്ടില്ല. വരല്ലേ എന്ന് പ്രാർത്ഥിക്ക്. അമ്മ ഇതിലിടപെടണ്ട. ഏട്ടനൊരു തെറ്റ് ചെയ്തപ്പോ അമ്മ തിരുത്താൻ ശ്രമിച്ചില്ലല്ലോ. ഇനി ഇതിലിടപെടാനുള്ള അവകാശം അമ്മയ്ക്കില്ല. ഗോപി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത്. ഇപ്പോഴും എന്റെ വിശ്വാസം അത് തന്നെയാണ്. ഓ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാർവതിയുടെ താലി അഴിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മയുടെ തീരുമാനം അമ്മയ്ക്ക് ശരിയായിരിക്കാം. പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്. എന്റെ കുടുംബത്തിൽ ഒരു ഭിക്ഷക്കാരിയെ പോലൊരു മരുമകളുള്ളത് എനിക്ക് കുറച്ചിലാണ്. ഏട്ടനല്ല, അമ്മയല്ല, ഇനി ആരെതിർത്താലും ഇവളീ കുടുംബത്തിലുണ്ടാവില്ല. ആന്റിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ ഏട്ടൻ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കണമെന്ന് പറയുന്നതേ മര്യാദകേടാ. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്ന കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നത്. ആന്റിയോ അമ്മയോ അച്ഛമ്മയോ ഒന്നും അല്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, ഏട്ടൻ മാത്രം. താലി അഴിച്ചാൽ വിവരം അറിയുമെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കേട്ടാ. തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല വിപിൻ, അത് പാർവതിയ. ആരെങ്കിലും വന്ന് താലി ഊരിക്കളയണമെന്നൊക്കെ പറഞ്ഞാൽ അനുസരിക്കണോ വേണ്ടയോ എന്ന് അവള് തീരുമാനിക്കണം. ദേ, അവളല്ല, നീയുമല്ല, ഞാൻ തീരുമാനിക്കും. ഇനി ആ താലി അവളുടെ കഴുത്തിൽ ഉണ്ടാവില്ലെന്നാ എന്റെ തീരുമാനം. ഊരിത്തരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചെറിയും. അച്ഛമ്മ
എന്റെ കൈ തടയുന്നു. കൈവിടടി. കൈവിടാനല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഈ കൈ വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. എവിടുന്നോ അലഞ്ഞു തിരിഞ്ഞു വന്നവള് എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാൻ എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞു വന്നവളല്ല. അവകാശത്തോടു കൂടി തന്നെയാ ഞാൻ ഈ വീട്ടിലേക്ക് കാലുകുത്തിയത്. ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ ഈ കൈ ഞാൻ തടഞ്ഞത്. സൂപ്പർ പാർവതി, സൂപ്പർ. ഇനിയും ഇതുപോലുള്ള 4-5 തീപ്പൊരി ഡയലോഗുകൾ അങ്ങോട്ട് പറയേ. വിടടി. വിടുന്നതാ നിനക്ക് നല്ലത്. ഞാൻ ഈ കൈ വിടണമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം. ചോദിച്ചു തൊലക്കടി. നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? കഴുത്തിൽ താലിയില്ല, നെറുകയില് സിന്ദൂരവും ഇല്ല. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയിന്നല്ലേ അതിന്റെ അർത്ഥം? എന്ത് ധൈര്യത്തിലാണ് നീ പാർവതി അടിച്ചത്? അച്ഛമ്മേ വേണ്ട. ഇത് ആന്റിയും പാർവതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് അവർ തമ്മിൽ തീർത്തോടെ. ആരും ഇടപെടാൻ പോണ്ട. എന്റെ താലി പൊട്ടിക്കാൻ വന്ന നിങ്ങള് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ. നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? പറ്റില്ലല്ലേ? അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോ താലി കുറച്ചിലായി തോന്നിയതുകൊണ്ട് അത് അഴിച്ചു വെച്ചു. നെറുകയില് കുങ്കുമം തൊട്ടപ്പോ ചന്തം കുറഞ്ഞു പോയെന്ന് തോന്നിക്കാണും. അത് മായ്ച്ചും കളഞ്ഞു. ഞാനിത് ഇട്ട് നടക്കുന്നത് അലങ്കാരത്തിനല്ല. ഞാൻ ഇത് തൊടുന്നതേ ചന്തത്തിനുമല്ല. താലിയുടെ വില അറിയണമെങ്കിൽ പെണ്ണിന്റെ ശരീരം ഉണ്ടായാൽ മാത്രം പോരാ, പെണ്ണിന്റെ മനസ്സും കൂടി ഉണ്ടാവണം. ദൈവമേ, അവരോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പച്ചിയല്ലേ, എന്നെ ശാസിക്കാനും തല്ലാനും ഒക്കെ അധികാരമുള്ള ആളല്ലേ. താലി പൊട്ടിക്കാൻ നോക്കിയതുകൊണ്ടാ എന്റെ നിയന്ത്രണം പോയത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നോട് ദേഷ്യപ്പെടില്ലേ ദൈവമേ? പാറു, ദേവമ്മ പാറുവിനോട് ദേഷ്യപ്പെടും. മണിക്കുട്ടാ, ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പാറു വർത്താനം പറഞ്ഞതല്ലേ ഉള്ളൂ, തല്ലിയില്ലല്ലോ. അതിനാ ദേവമ്മ പാറുവിനോട് ദേഷ്യപ്പെടുക. അദ്ദേഹത്തിന്റെ അപ്പച്ചിയെ ഞാൻ തല്ലണായിരുന്നെന്നാണോ
നീ പറഞ്ഞു വരുന്നേ? അവർക്ക് നല്ല തല്ലിന്റെ കുറവുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല മണിക്കുട്ട. മൂത്തവരെ നമ്മള് എപ്പോഴും ബഹുമാനിക്കണം. പ്രായത്തില് മൂത്തതാണെന്ന് വെച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാറു. ബഹുമാനം തോന്നുന്ന തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും ആയിരിക്കണം. തല്ലുകൊള്ളിത്തരം പറയുകയും കാണിക്കുകയും ചെയ്യുന്നവരെ തല്ലുക തന്നെയാ വേണ്ടത്. അതെ, നിന്നോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ തർക്കിക്കും. പാറുവിനോട് ഞാൻ തർക്കിക്കും. പാറു എന്നോട് പിണങ്ങിയാലും എനിക്ക് സാരമില്ല. നീ എന്താ മണിക്കുട്ട ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് പതിവില്ലാത്തതാണല്ലോ. നിനക്കും എന്നോട് ദേഷ്യമാണല്ലേ? ദേഷ്യ, ശരിക്കും ദേഷ്യ. മണിക്കുട്ട, ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് പാറു തന്നെയല്ലേ? പാറുവിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയതുകൊണ്ടല്ലേ അന്ന് പാറു ക്ഷേത്രത്തിൽ പോയപ്പോ വിശാൽ സാർ കൂടെ വന്നത്. എന്നിട്ട് പാറു എന്താ ചെയ്തത്? വേറെ കല്യാണം കഴിക്കാൻ വിശാൽ സാറിനെ നിർബന്ധിച്ചു. അത് പിന്നെ മണിക്കുട്ട, ഒരു കാരണം ഉള്ളതുകൊണ്ടല്ലേ? കാരണം ഒന്നും എനിക്ക് കേക്കണ്ട. എന്ത് കാരണം ഉണ്ടെങ്കിലും ഒരു ഭാര്യയും ഭർത്താവിനോട് വേറെ കല്യാണം കഴിക്കാൻ പറയില്ല. വിശാൽ സാറിന് പുതിയ കല്യാണം തീരുമാനിച്ചോണ്ടല്ലേ ആ സ്ത്രീ പാറുവിന്റെ താലി പൊട്ടിക്കാൻ നോക്കിയത്. ഇനി പറ, എല്ലാം തുടങ്ങി വെച്ചത് പാറു തന്നെയല്ലേ? നിന്റെ കണ്ണില് ഇപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി. എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ എത്തുന്ന ഒരേ ഒരാള് നീയായിരുന്നു. നിനക്കും എന്നോട് ദേഷ്യായല്ലേ? പാറു, എനിക്ക് ആരും ഇല്ലാതായി. ഞാൻ ഒറ്റയ്ക്കായി. സാരമില്ല, കരഞ്ഞു തീർക്കാൻ വിധിക്കപ്പെട്ട ജന്മ എന്റേത്. കരയാനേ എന്തിനാ കൂട്ട്? ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞോളാം. പാറു, ഞാൻ പാറുവിനെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ജാസ്മിനെ സഹായിക്കാൻ വേണ്ടിയാ അദ്ദേഹത്തിന്റെ അപ്പച്ചി അമേരിക്കയിൽ നിന്ന് വന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ജാസ്മിനെ വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ആ അപ്പച്ചിയെ തോൽപ്പിക്കണം. എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ജാസ്മിനെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അപകടം വരും. ഞാൻ എന്താ മണിക്കൂട്ട ചെയ്യാ? എനിക്കറിയില്ല പാറു. ജാസ്മിനെ വിശാൽ സാറ് വിവാഹം കഴിക്കുന്നത് തടയണമെന്ന് ദേവമ്മയല്ലേ പാറുവിനോട് ആവശ്യപ്പെട്ടത്? ദേവമ്മ തന്നെ അതിനൊരു വഴി കാണിച്ചു തരട്ടെ. ഞാൻ പോവാ പാറു. എന്താ സുശീലേ? ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ അവള് പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കൊരു പെണ്ണിന്റെ മനസ്സില്ലെന്ന് അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? മിണ്ടാതിരുന്ന പാർവതിയുടെ മെക്കിട്ട് കയറിയിട്ടില്ലേ? അവള് പറഞ്ഞ വാക്കുകൾ എന്റെ നെഞ്ചത്താ വന്ന് തറച്ചത്. ഞാൻ അവളെ വെറുതെ വിടില്ല. വിടരുത് സുശീലേ. അവൾ ഈ കുടുംബത്ത് കയറി മേയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഗോപിയേട്ടനും അമ്മയും മുന്നിൽ വട്ടം കയറി നിൽക്കുന്നത് കൊണ്ടാ. ഇല്ലായിരുന്നെങ്കി
പണ്ടേ ഞാൻ അവളുടെ സൂക്കേട് തീർത്തു കൊടുത്തേനെ.